അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വറുത്തരച്ച ചിക്കൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പിനും അല്ലാത്ത ടൈമിലും നമ്മുടെ ഈ ഭാഗത്തൊക്കെ അധികവും ഉണ്ടാക്കുന്നൊരു വറുത്തരച്ച ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ചട്ടി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഞാനൊരു ചെറിയ പീസ് പട്ടയും 2 കറാമ്പുമാണ് ഇട്ടത്. നിങ്ങൾക്ക് ഏലക്ക അങ്ങനത്തെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. എനിക്ക് അങ്ങനെ സ്പൈസസ് ഒന്നും ഒരുപാട് കറിയിലിടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തത്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് 2 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉള്ളി വാടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുത്താലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. വഴറ്റിയ ഉള്ളിയിലേക്ക് 2 തക്കാളി അരിഞ്ഞതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. തക്കാളിയെല്ലാം ഉടയുന്നത് വരെ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒന്നിച്ച് അരച്ച് വെച്ചതാണ്. അത് 2 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. തക്കാളി ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വിട്ടു പോയോണ്ടാണ് ലാസ്റ്റ് ടൈം ചേർത്തത്. ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് ഇവിടെ ചേർത്തത്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തത്. പെട്ടെന്ന് തിളച്ച് കിട്ടാൻ തന്നെ ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളം വേണ്ടെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1.5 കിലോ വരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ വേവുന്നത് വരെ നന്നായി അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് വറുത്തെടുക്കാവുന്നതാണ്. ചൂടായ ഓയിലിലേക്ക് 2 ടേബിൾ സ്പൂൺ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. സാധാരണ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് ഞാനിവിടെ എടുത്തത്. അരി നന്നായി എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരി നന്നായി വറുത്ത് ഗോൾഡൻ കളറായതിന് ശേഷം 1/2 ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് എണ്ണയിലോട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തേങ്ങ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായി വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങ ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചൂടാറിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുക്കാവുന്നതാണ്. അരച്ചെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായി വന്നതിന് ശേഷം അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി തിളച്ചതിന് ശേഷം അവസാനമായി ഗരം മസാല, കറിവേപ്പില, വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. ചൂടാറുന്നതിനനുസരിച്ച് ഈ കറി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കറി വേണ്ട തിക്നെസ്സിൽ ലൂസാക്കി എടുക്കാവുന്നതാണ്. എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ച ചിക്കൻ കറി നമ്മുടെ കണ്ണൂർ ഭാഗത്തിലും അധികം ഉണ്ടാക്കുന്ന ടൈപ്പ് കറിയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.